ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കോമൺ ബേസ് എന്താണെന്ന് കണ്ടു, അതേപോലെ തന്നെ കോമൺ എമിറ്റർ എന്താണെന്ന് കണ്ടു. ദെൻ കളക്ടർ ടെർമിനെ നമ്മൾ കോമൺ ആക്കി വെച്ചു. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കളക്ടർ ടെർമിനെ നമ്മൾ കോമൺ ആക്കി. അപ്പം ബേസ് ടെർമിനലിനും കളക്ടർ ടെർമിനലിനും ഇടയ്ക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് ത്രൂ ദിസ് ആർ സി റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് എടുക്കുന്നു. ഓക്കെ, ദെൻ ഇൻപുട്ട് സെക്ഷന് ഞാൻ ഫോർവേഡ് ബയസ് ചെയ്തു, ദറ്റ് ഈസ് P2 പോസിറ്റീവ്, ആൻഡ് ഔട്ട്പുട്ട് സെക്ഷൻ റിവേഴ്സ് ബയസ് ചെയ്തു. ഇത് വേണം നോക്കാൻ. ഈ എന്നിനെ എങ്ങോട്ട് കണക്ട് ചെയ്തു? പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ദെൻ ഇതിൻ്റെ അകത്ത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താണ്? ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ടിലെ കറണ്ട് എന്താണ്? IE കറണ്ട്. ഇൻപുട്ടിലെ കറണ്ട് എന്താണ്? IB കറണ്ട്. കളക്ടർ എന്താണ്? കോമൺ ആണ്. അപ്പം ഔട്ട്പുട്ട് കറണ്ട് IE ബൈ IB. അപ്പോൾ IEയുടെ വാല്യൂ വളരെ വലുതാണ് IBനേക്കാളും. അപ്പോൾ ഗാമയുടെ വാല്യൂ എന്തായിരിക്കും? ഒരുപാട് കൂടുതലായിരിക്കും. ഇനി നമുക്കറിയാം ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്നാണ്. അപ്പോൾ ഗാമ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ ആണ്. ശരിക്കും പറഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. കളക്ടർ കറണ്ടിന് രണ്ട് പാർട്ടാണുള്ളത്, ആൽഫ ഇയും അതേപോലെ തന്നെ ലീക്കേജ് കറണ്ടും. ആൽഫ ഇ എന്ന് പറയുന്നത് എന്താണ്? എത്ര കളക്ടർ കറണ്ട് കളക്ടർ ടെർമിനൽ എത്തി എന്നുള്ളതാണ് ആൽഫ ഇ എന്ന് പറയുന്നത്. ദെൻ ലീക്കേജ് കറണ്ട് അവിടെ നമുക്കറിയാം ICBO ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ IEയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു? IB പ്ലസ് IC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു. അപ്പോൾ IC സിക്കലിൻ്റെ എന്ത് കിട്ടി? ആൽഫ IE പ്ലസ് ICBO. ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. IE ഈസിക്കൽ ടു IB പ്ലസ് ICയിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? IE ഈസിക്കൽ ടു IB പ്ലസ് ICയുടെ സ്ഥാനത്ത് ഇത് കൊടുത്തു, അതായത് ആൽഫ IE പ്ലസ് ICBO എന്ന് കൊടുത്തു. അപ്പം IE ഈസിക്കൽ ടു IB ബൈ 1 മൈനസ് ആൽഫ ICBO ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. അപ്പോൾ IC എന്ന് പറയുന്നത് എന്ത് കിട്ടി? IE അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC അല്ലേ. അപ്പോൾ IC എന്ന് പറയുന്നത് എന്ത് കിട്ടി? ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICO എന്ന് കിട്ടി. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ബൈ 1 മൈനസ് ആൽഫയും ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ബൈ 1 മൈനസ് ആൽഫയാന്ന് കിട്ടി. അതായത് ബീറ്റ നമുക്കറിയാം ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് കഴിഞ്ഞ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് ഇതുമായിട്ട് 1 ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ആൽഫ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ 1 എന്ന് വരും, ആൽഫ പ്ലസ് 1 എന്ന് പറയുന്നത്. അപ്പം ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈ 1 മൈനസ് ആൽഫയും കൂടെ മേളിൽ വരും. അപ്പോൾ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി, 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ, ഗാമയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബീറ്റ പ്ലസ് 1 ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഈ ഇക്വേഷൻ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഇൻറ്റു IB എന്ന് കിട്ടി. അതായത് IC ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു IB പ്ലസ് ഗാമ ഇൻറ്റു ICBO. അതെന്തുകൊണ്ട് അങ്ങനെ കിട്ടിയത്? കാരണം ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഗാമ ആണെങ്കിൽ IE ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ IC ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഗാമ ഇൻറ്റു ഇവിടുത്തെ വാല്യൂ എന്താണ്? IB ആണ്. അപ്പോൾ IB ഇൻറ്റു ഗാമ. മനസ്സിലായോ? അതായിരിക്കും എവിടെ വരുന്നത്? ഔട്ട്പുട്ട് വരുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇവിടെ ഗാമയാണ്. അപ്പോൾ IB ഇൻറ്റു ഗാമ അതായിരിക്കും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ബീറ്റ പ്ലസ് 1 എന്ന് പറയുന്നത് ഗാമ എന്ന് നമുക്കറിയാം. അപ്പോൾ ഗാമ ഇൻറ്റു IB ശരിയാ. മനസ്സിലായോ? അപ്പോൾ ഗാമ IB പ്ലസ് ഗാമ ICBO എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഗാമ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ IE ബൈ ഡെൽറ്റ IB ആണ്. ആൽഫ എന്ന് പറയുന്നത് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE ആണ്. അപ്പോൾ IE ഈസ് ഈക്വൽ ടു എന്താണ്? IB പ്ലസ് IC ആണ്. അപ്പോൾ ഡെൽറ്റ IE ഈസ് ഈക്വൽ ടു ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC ആണ്. അപ്പോൾ ഡെൽറ്റ IB ഞാൻ ഇതിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് കിട്ടി. അപ്പം ഗാമ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെൽറ്റ IE ബൈ ഡെൽറ്റ IBയുടെ സ്ഥാനത്ത് ഇതിട്ട് കൊടുത്തു. ഇനി അതിനെന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു? ഡെൽറ്റ IE വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. എന്ത്? ഗാമ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ഗാമ IB ഗാമ ICO എന്ന് വരും, ICBO എന്ന് വരും. മനസ്സിലായോ? സിമ്പിള്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ് ഗാമ എന്ന്. ഇത് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലായും 1 ബൈ 1 മൈനസ് ആൽഫ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് ഇതായിരിക്കും ഗാമ. അതായത് അവിടുത്തെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള
ഇത് വേണം വരാനായിട്ട്. ഓക്കെ, ദെൻ ട്രാൻസിസ്റ്റർ പല കോൺഫിഗറേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കോമൺ എമിറ്ററിൽ എന്താണ്, ഒരു 750 ഓം ഒക്കെ ഉള്ളൂ. പക്ഷേ കോമൺ ബേസിൽ 100 ഓം അത്രേ ഉള്ളൂ. കോമൺ കളക്ടറിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ്, ഒരുപാട് കൂടുതലാണ്. കോമൺ ബേസിൽ ഒരു മീഡിയമാണ്. ദെൻ വളരെ കുറവാണ് കോമൺ കളക്ടറിൽ. വോൾട്ടേജ് ഗെയിൻ എന്താണ്, എബൌട്ട് 500 ആണ് കോമൺ എമിറ്ററിൽ. അതേപോലെ തന്നെ 150 ഒക്കെ ഉള്ളൂ കോമൺ ബേസിന്. ലെസ് ദാൻ 1 ആണ് കോമൺ കളക്ടറിൽ. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോർമലി അത് എന്താണ്, വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഫോളോവർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇൻപുട്ടിലെ വോൾട്ടേജിനെ അത് തന്നെയായിട്ട് ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യും. അതിപ്പോൾ ഗെയിൻ എന്തായിരിക്കും, 1 ആയിരിക്കും ഓൾമോസ്റ്റ്. ആപ്ലിക്കേഷൻസ് നോർമലി നമ്മൾ ആംപ്ലിഫയറിലൊക്കെ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുന്നത്, ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. എന്നാൽ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലൊക്കെ കോമൺ ബേസ് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ കളക്ടർ യൂസ് ചെയ്യുന്ന ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇംപിഡൻസ് മാച്ചിങ് എന്താ നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ പഠിച്ചു, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചു, സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം പവർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സോഴ്സിൻ്റെ റെസിസ്റ്റൻസും ലോഡിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പം സോഴ്സിൻ്റെ റെസിസ്റ്റൻസും ലോഡിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഇംപിഡൻസ് മാച്ചിങ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട്. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. അപ്പോൾ ഇംപിഡൻസ് മാച്ചിങ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് സോഴ്സിൻ്റെ റെസിസ്റ്റൻസും ലോഡിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ അല്ല എങ്കിൽ അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഇംപിഡൻസ് മാച്ചിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്, കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദെൻ സോ നമുക്ക് പറയാൻ പറ്റും ദിസ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന് ഒരു വളരെ കുറവ് ഇൻപുട്ട് റെസിസ്റ്റൻസും ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസുമാണ്. അതുകൊണ്ടാണ് അതിനെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഗെയിൻ എന്ന് പറയുന്നത്, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എബൌട്ട് 500 ആണ്. എന്നാൽ കോമൺ ബേസ് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണ്, പക്ഷേ ഗെയിൻ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ആംപ്ലിഫയർ ആയിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ളത്. യൂസ് ചെയ്യും, പക്ഷേ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസിസ്റ്റർ കണക്ഷൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ, അതായത് ആംപ്ലിഫയർ എന്ന് പറയുന്നതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറവായിരിക്കണം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, സോ താങ്ക് യു. വി വിൽ discuss more about the application of transistor in the next class. So thank you, stay happy.